എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമുക്ക് നോക്കാം. ഇന്ന് കെൽറ്റിക് ക്രോസ് വെച്ച് നോക്കാം. ഒരുപാട് നാളായി കെൽറ്റിക് ക്രോസ് ചെയ്തിട്ട് അല്ലേ. കെൽറ്റിക് ക്രോസ് രീതി അതൊരു പ്രത്യേക രീതിയിൽ നമ്മൾ കാർഡ്സ് സ്പ്രെഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ. കുറച്ച് ഡീപ്പറായിട്ട് നമുക്ക് അന്വേഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ടാരോ റീഡിംഗ് ആണിത്. ഓക്കെ, ആദ്യമൊക്കെ ഞാൻ ഒരുപാട് ചെയ്യുന്നുണ്ടായിരുന്നു. കെൽറ്റിക് ക്രോസിന് കുറച്ച് എനർജി കണക്ഷൻ കൂടുതലായിട്ട് വേണം, അതുകൊണ്ടാണ് എപ്പോഴും ചെയ്യാത്തത് കേട്ടോ. പിന്നെ ഞാൻ നോക്കാൻ പോകുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴോ, നിങ്ങളുടെ ഒരു പിക്ചർ കാണുമ്പോഴോ, നിങ്ങളുടെ പേര് കേൾക്കുമ്പോഴോ, അങ്ങനെയൊക്കെ അവരുടെ മനസ്സിൽ കൂടി എന്താണ് കടന്നു പോകുന്നത്, അവരുടെ ചിന്തകളിൽ എന്താണ്, ഫീലിങ്സ്, ചിന്തകൾ എന്ത് വേണമെങ്കിലാവട്ടെ, അതിൽ എന്താണ് നിങ്ങൾക്കായിട്ട് തോന്നുന്നത്. നിങ്ങളുടെ പേര് സഡനായിട്ട് കേട്ടു, അപ്പോൾ ഒരു ഫീലിംഗ് അവർക്ക് മനസ്സിലുണ്ടാവില്ലേ, അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കുറേ നാളായില്ലേ അത് നോക്കിയിട്ട്. അപ്പോൾ ജെനുവിൻ തന്നെയാണോ എന്നൊക്കെ നമുക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് അത് നോക്കുന്നത് കേട്ടോ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഓക്കെ, ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ എക്സാക്ട് സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, വേറെ ഒന്നുമില്ല. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി എൻ്റെ വ്യൂവേഴ്സിനെ കാണുമ്പോഴോ, സംസാരിക്കുമ്പോഴോ, അവരുടെ പേര് കേൾക്കുമ്പോഴോ എല്ലാം അവരുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ചിന്തകൾ, വികാരങ്ങൾ എന്താണ് എന്ന് പറഞ്ഞു തരും. കെൽറ്റിക് ക്രോസാണ് ഡിവൈൻ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ, അവരെ കാണുമ്പോഴോ, സംസാരിക്കുമ്പോഴോ, അവരുടെ പേര് കേൾക്കുമ്പോഴോ എല്ലാം എന്ത് തരം ചിന്തകളാണ്, വികാരങ്ങളാണ് അവരുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത് എന്നാണ് പറഞ്ഞത്. പ്ലീസ് ഗൈഡ്. ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് അറിയാമല്ലോ. എത്രത്തോളം റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. Four of Wands, Ace of Cups, Emperor, Empress, Six of Cups, Page of Pentacles, Five of Cups. കെൽറ്റിക് ക്രോസിൽ ഇനി ചെയ്യുന്ന ഈ ഓരോ കാർഡും ഞാൻ 3 കാർഡ് വീതം വെച്ച് ഇതേയും ക്ലാരിഫൈ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഡീപ്പറായിട്ട് അതിൻ്റെ മീനിങ് അറിയാൻ സാധിക്കും. ക്ലാരിഫൈ ഫോർ ഓഫ് വാൺസ്. ക്ലാരിഫൈ ഫോർ ഓഫ് വാൺസ്. ഫോർ ഓഫ് വാൺസ് നമുക്കറിയാമല്ലോ, നിങ്ങളായിട്ടൊരു ന്യൂ ബിഗിനിങ്, പ്രപ്പോസൽ, കല്യാണം, അങ്ങനെയൊക്കെ തന്നെയാണ്, ഒരു കമ്മിറ്റ്മെൻറ്റ്, അങ്ങനെയൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിൽ കടന്നു പോകുന്നത്. പ്ലീസ് ക്ലാരിഫൈ ഫോർ ഓഫ് വാൺസ് ഡിവൈൻ. പ്ലീസ് ഗിവ് മി എ ക്ലാരിറ്റി ഓൺ വൈ ഫോർ ഓഫ് വാൺസ് ഇസ് ഹിയർ. ഫോർ ഓഫ് വാൺസിനെ ക്ലാരിഫൈ ചെയ്യുന്ന ഫോർ ഓഫ് വാൺസ് തന്നെ. വെരി ഗുഡ്. സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ചാരിയറ്റ്. നിങ്ങൾക്കായിട്ട് ഒരു ഉറച്ച തീരുമാനം എത്രയും വേഗം എടുക്കണം. നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം. നിങ്ങൾക്കൊരു പ്രപ്പോസൽ, ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് തരണം. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിലേക്ക് എത്തണം എന്നൊക്കെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുമ്പോൾ, നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ എല്ലാം അവർ മനസ്സിൽ പോകുന്നത് കേട്ടോ. നിങ്ങളുമായിട്ട് എന്നും കണക്റ്റഡ് ആയിരിക്കണം. ഈവൻ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തണം എന്ന് അവർക്ക് തോന്നും. ആ ലോങ് ഡിസ്റ്റൻസിൽ നിന്നും എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് എത്തണം, നിങ്ങളെ അടുത്ത് കാണണം, സംസാരിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ അവർക്ക് തോന്നാറുണ്ട്. ഓക്കെ, ഏസ് ഓഫ് കപ്സ്. ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട് എന്താണ്, ഓവർവെൽമിംഗ് ആയിട്ട് സ്നേഹം തോന്നും അല്ലേ. ക്ലാരിഫൈ ഏസ് ഓഫ് കപ്സ്. ഡിവൈൻ പ്ലീസ് ക്ലാരിഫൈ ഏസ് ഓഫ് കപ്സ്. ഏസ് ഓഫ് കപ്സ് വരാനുള്ള കാര്യം എന്താണ് പറഞ്ഞു തരൂ. ക്ലാരിഫൈ ഏസ് ഓഫ് കപ്സ്. ക്ലാരിഫൈ ഏസ് ഓഫ് കപ്സ്. ടെൻ ഓഫ് കപ്സ്, ടെൻ ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ടെമ്പറൻസ്. അതിൻ്റെ അർത്ഥം എന്താണ്?
സ്നേഹം കൂടിയിട്ട് അവർക്ക് നിങ്ങളെ എത്രയും വേഗം അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് തോന്നാറുണ്ട്. നിങ്ങളുമായിട്ടൊരു ബാലൻസിലെത്തണം. ഫാമിലിയുടെ സമ്മതത്തോടു കൂടി, അവിടെ പാരൻസായിട്ട് തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. പാരൻസിൻ്റെ സമ്മതത്തോടു കൂടി നിങ്ങളുടെ വിവാഹം നടക്കണം. നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പക്ക ബാലൻസിലേക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ കടന്ന് വരാറ്. കാരണം എന്താണ്? അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. ആ സ്നേഹമാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളെ കാണുമ്പോൾ. കേട്ടോ? ക്ലാരിഫൈ ദി എംപറർ, ക്ലാരിഫൈ ദി എംപറർ, ക്ലാരിഫൈ ദി എംപറർ. Two of Cups, wow, Fool and Seven of Pentacles. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അവരുടെ തലയിലുണ്ട്. ഫാമിലിയിലായാലും ജോബ് വൈസ് ആയാലും ഇവർ 4 പേര് അറിയുന്ന ഒരു വ്യക്തിയാണ്. പലരും ഇവരുടെ ഉപദേശം സ്വീകരിക്കാറുണ്ട് എന്നും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഇടയിൽ ഒരു മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ ഡിഫറൻസ്, സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസ്, അങ്ങനെ പല തടസ്സങ്ങളുണ്ട്. ഓക്കെ, ആ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം ഇവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, എന്ത് തന്നെ ആയാലും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടി ഏറ്റെടുക്കാൻ അവർ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കും. പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഏത് രീതിയിലുള്ള ഹാർഡ് വർക്കും എന്ത് എഫേർട്ടാണോ അവരുടെ ഭാഗത്തു നിന്ന് വേണ്ടത്, അതായത് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം തരണം ചെയ്യാൻ എന്തൊക്കെ എഫേർട്ടാണോ അവരുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ടത് അത് ചെയ്യാൻ അവർ തയ്യാറാണ്. ഈ മുന്നിൽ നിൽക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്ത് റിസ്ക്കും എടുക്കാം, ഏതറ്റം വരെയും പോകാം എന്നുള്ള ചിന്തയാണ് അവരുടെ മനസ്സിൽ വരാറ്. കാരണം എന്താണ്? അവിടെ മ്യൂച്വൽ ലവാണ് കാണുന്നത്. 2 പേർക്കും പരസ്പരം അത്രയ്ക്ക് ഇഷ്ടമാണ്, പരസ്പര സ്നേഹം തന്നെയാണ് അവിടെ കാണുന്നത്. നിങ്ങളെന്നും അവരുടെ കൂടെ വേണം, നിങ്ങളുമായിട്ടൊരു പെർമനൻറ്റ് യൂണിയൻ വേണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടി ഏറ്റെടുക്കാൻ അവർ തയ്യാറാണ് എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. ക്ലാരിഫൈ ദി എംപ്രസ്, ക്ലാരിഫൈ ദി എംപ്രസ്, ക്ലാരിഫൈ ദി എംപ്രസ്, ക്ലാരിഫൈ ദി എംപ്രസ്. 4 of Cups, Ace of Pentacles, Queen of Cups. നിങ്ങൾ അവരുടെ ലൈഫിൽ ഉള്ള ഒരു എംപ്രസ് സാന്നിധ്യമാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ. ഓക്കെ, നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ അവർക്ക് വല്ലാതെ ഇമോഷണലായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേര് കേൾക്കുന്നത് മറ്റെവിടെയെങ്കിലും വെച്ചിട്ടാണെങ്കിൽ നിങ്ങളിൽ നിന്നും ദൂരെ ആയിരിക്കാം അവർ. ആ സമയത്ത് ജോലി സംബന്ധമായിട്ടൊക്കെ ഒരു ഡിസ്റ്റൻസ് നിങ്ങളുടെ ഇടയിൽ, ലോങ് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ പേര് കേൾക്കുന്ന മാത്രമല്ല, നിങ്ങളുടെ മുഖം ഒന്ന് കാണുന്ന മാത്രയിൽ, അല്ലെങ്കിൽ ഒരു പിക്ചറായിരിക്കാം, എന്തെങ്കിലും ഒന്ന് കാണുന്ന മാത്രയിൽ നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യാൻ തുടങ്ങും ഇവർ. വല്ലാതെ ഇമോഷണലായിട്ട് ഫീൽ ചെയ്യും, സങ്കടം വരാറുണ്ട്, എന്താ പറയുക, ദേഷ്യം വരാറുണ്ട്. നിങ്ങളെ കാണാൻ പറ്റാത്തതിലുള്ള ആ ദേഷ്യമുണ്ടല്ലോ, ഇംപേഷ്യൻ്റ് ആവാറുണ്ട്, ക്ഷമയില്ലായ്മ. കാരണം ഉടനെ നിങ്ങളെ കാണണം എന്നുള്ള ചിന്ത, നിങ്ങളുടെ മുഖം എപ്പോഴും തന്നെ അവരുടെ മനസ്സിൽ, 24 മണിക്കൂറും നിങ്ങളുടെ മുഖം തന്നെയാണ് അവരുടെ മനസ്സിൽ. അപ്പോൾ വല്ലാതെ ഇമോഷണലായിട്ട് അവർ ഫീൽ ചെയ്യാറുണ്ട്, വല്ലാതെ മിസ്സിങ് എനർജിയിലേക്ക് അവർ എത്താറുണ്ട് നിങ്ങളുടെ പേര് കേൾക്കുന്ന മാത്രയിൽ. നിങ്ങളെ കാണുന്ന സമയത്ത് വല്ലാതെ ഓവർവെൽംഡായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് നിന്ന് പോകുന്ന ഒരവസ്ഥ. നമ്മളുടെ ഒരു മെസ്സേജ് ഉണ്ടായി, ഗെറ്റ് ലോസ്റ്റ് ഇൻ യുവർ ഐസ് എന്ന് പറഞ്ഞിട്ട്, ആ രീതിയിൽ നിങ്ങളെ കാണാതിരിക്കുമ്പോൾ നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അവർ വല്ലാതെ നിങ്ങളെ മിസ്സ് ചെയ്യാറുണ്ട്. നിങ്ങൾ അവരുടെ മുന്നിൽ നിന്നാൽ അവർക്ക് ചുറ്റിനും വേറൊന്നും കാണില്ല എന്നുള്ളൊരവസ്ഥ, നിങ്ങൾ മാത്രമേ ഉള്ളൂ ആ ലോകത്ത് എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണലാണ്, എപ്പോഴും ഇമോഷൻസ് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്നേഹം, വിരഹം എല്ലാം നിങ്ങൾക്ക് വേണ്ടി അവർ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ക്ലാരിഫൈ 6 of Cups, ക്ലാരിഫൈ 6 of Cups. ലോങ് ടേം റിലേഷനാണ് 6 of Cups വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. Clarify 6 of Cups. Knight of Wands, I'm sorry. Knight of Wands, Magician and Page of Wands. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ലോങ് ടേം റിലേഷൻഷിപ്പാണ്. ഒരുപാട് കാലമായിട്ട് നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടായിരിക്കും. ആക്ച്വലി ഇവർ
നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും ആയിരിക്കാം കേട്ടോ. ഇത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ചിന്തിച്ച വ്യക്തി ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും ആയിരിക്കാം. അവർക്ക് എപ്പോഴും നിങ്ങളെ പറ്റിയുള്ള ഓർമ്മകൾ ഇവർക്ക് വരാറുണ്ട്. കാരണം നല്ല മെമ്മറീസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിലായാലും അല്ലെങ്കിലും ഇവർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളെപ്പറ്റി ചിന്തിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുമായിരിക്കും, എന്താണ് നിങ്ങളുടെ പേര് കേൾക്കുന്ന മാത്രയിലോ അവരെന്ത് ചെയ്യുമായിരിക്കും, ഒരു മെസ്സേജ് അയച്ചാലോ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട്. നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ തോന്നാറുണ്ട്. ആ പഴയ കാലത്തേക്കൊന്ന് തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നും അവർ ചിന്തിക്കാറുണ്ട് കേട്ടോ. ഒന്നുകിൽ ഇത് നിങ്ങൾ റിലേഷൻഷിപ്പിലാണ്, ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി സെപ്പറേറ്റഡ് ആയിരിക്കാം കേട്ടോ. ഓൾറെഡി സെപ്പറേറ്റ് ആയിട്ട് 2 ഫാമിലീസിൽ ജീവിക്കുന്നവരായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഇടയിൽ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഒരുപാടുണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ ആ സമയത്തേക്ക് തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു നൊസ്റ്റാൾജിക് ആയിട്ട്, മനസ്സിലായില്ലേ, നൊസ്റ്റാൾജിക് ആയിട്ട് ആ കാലത്തെക്കുറിച്ച് ആലോചിക്കുന്നതായിട്ടും ആ കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നും അവർ ചിന്തിക്കാറുണ്ട്. നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പിക്ചർ കാണുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളോടൊന്ന് സംസാരിക്കുമ്പോഴായിരിക്കാം. അപ്പോൾ പക്ഷെ അവർക്ക് ആ പഴയ ഫീലിംഗ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒരു തോന്നൽ വരുമല്ലോ. നിങ്ങൾ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, നിങ്ങൾ ലവേഴ്സ് ആയിരുന്നിരിക്കാം, പിരിഞ്ഞിരിക്കാം പിന്നീട്, പക്ഷെ ഇപ്പോൾ വീണ്ടും കോണ്ടാക്റ്റിൽ വന്നിരിക്കാം. അപ്പോൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ പഴയ ഫീലിംഗ് ഇഗ്നൈറ്റ് ആവുന്നുണ്ടോ, അങ്ങനെ ഒരു ഫീലിംഗ് ആണോ നിങ്ങൾക്കുള്ളത് എന്നൊക്കെ ഇവർക്ക് തോന്നാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ദൂരെ ഇരുന്നു കൊണ്ട് നിങ്ങളെ ഓർക്കുന്നതായിട്ടും ആ നല്ല നിമിഷങ്ങളെ പറ്റി ഓർക്കുന്നതായിട്ടും അങ്ങോട്ട് തിരിച്ചെത്താൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അങ്ങനെയും ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു കോൾ ചെയ്ത് നോക്കിയാലോ, ഒരു മെസ്സേജ് ചെയ്ത് നോക്കിയാലോ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും, അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ക്ലാരിഫൈ പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ പേജ് ഓഫ് പെൻറ്റക്കിൾസ്. Knight of Cups, Star, okay, Nine of Pentacles, Page of Pentacles. ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾ കൂടുതലായിട്ടും ഓൺലൈൻ റിലേറ്റഡ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. ലൈസെ ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ അങ്ങനത്തെ ഏതോ ഒരു യൂട്യൂബ് വഴിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കാൻ സാധ്യത. 2 പേരിൽ ഒരാളൊരു മെയിനായിട്ട് മീഡിയയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കോണ്ടാക്റ്റ് ആയതാണ് നിങ്ങൾ ഓൺലൈൻ റിലേറ്റഡ് ആയിട്ട്. കൂടുതലായിട്ടും ചാറ്റ് ചെയ്യുന്നതും അവിടെ വെച്ച് തന്നെയാണ് എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങളാണ് ആ ഇൻഫ്ലുവൻസർ, നിങ്ങളാണ് ആ ഇൻഫ്ലുവൻസർ. അവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ആഗ്രഹം നിങ്ങളെ കാണുമ്പോൾ ഒരു ഗിഫ്റ്റ് തരണം. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരു ആരാധനയാണ് നിങ്ങളോട്. നിങ്ങൾ സ്വയം ഗ്രൂം ചെയ്യുന്ന രീതി, നിങ്ങൾ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, നിങ്ങളുടെ കോൺഫിഡൻസ്, അതെല്ലാം ഇവരെ വല്ലാതെ ആകർഷിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു സ്റ്റാറാണ്, നിങ്ങളൊരു സെലിബ്രിറ്റിയാണ് അവർക്ക്, അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങളോട് ആരാധനയാണ് കൂടുതലായിട്ടും. അപ്പോൾ ഇവർ നിങ്ങളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. ഇവരുടെ എല്ലാ എന്താ പറയുക, നിങ്ങൾ ഓൺലൈൻ ഇടുന്ന എല്ലാ കാര്യങ്ങളും ഇവർ ശ്രദ്ധിക്കാറുണ്ട് എന്നും നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാറുണ്ടായിരിക്കും, കോണ്ടാക്റ്റിലുണ്ടായിരിക്കും. അപ്പം നിങ്ങളുടെ പേര് കേൾക്കുന്ന മാത്രമേ ഇവർക്കൊരു വല്ലാത്തൊരു ആരാധനയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, 5 of Cups, clarify 5 of Cups, clarify 5 of Cups, clarify 5 of Cups, clarify 5 of Cups. Lovers, Ace of Wands and the Devil. നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്. നിങ്ങളുടെ പേര് കേൾക്കുന്ന മാത്രമേ ഇവർക്ക് ആ ഒരു സെൻസേഷൻ ഉണ്ടല്ലോ, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും അല്ലേ, ബ്രീത്തിങ് കൂടും, അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്യും, എന്തൊക്കെയോ ഫീൽ ചെയ്യും അല്ലേ. ആ ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. യു ഫീൽ സംതിങ്, ആ ഒരു ഫീലിംഗ് ആണ് അവർക്ക് വരാറ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ, നിങ്ങളെല്ലാവരും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ ഒരു ഇതാണ്. നിങ്ങളെ കാണാതിരിക്കുമ്പോൾ വല്ലാത്ത മിസ്സിങ് എനർജിയാണ്. ഓക്കെ, നിങ്ങളെ കണ്ടാൽ മാത്രമേ ഇവർക്ക് തോന്നുന്ന വല്ലാത്തൊരു മാഗ്നറ്റിക് പുള്ളാണ്. നിങ്ങളിൽ നിന്നും കണ്ണെടുക്കാൻ പറ്റാത്ത രീതിയിൽ അവർ നിങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ അടുത്ത് എന്നും കണക്റ്റഡ് ആയിരിക്കണം.
നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം. അവർക്ക് ഫിസിക്കലി ഇമോഷണലി നിങ്ങളുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കണം എന്ന് തന്നെയാണ്. ശാരീരികമായും മാനസികമായും നിങ്ങളുടെ അടുത്ത് അറ്റാച്ച്ഡ് ആയിരിക്കണം എന്ന് തന്നെയാണ് ഇവർ ആ സമയത്ത് വിചാരിക്കുന്നത്. നിങ്ങളുടെ പേര് കേൾക്കുന്ന മാത്രമേ ഇവർക്ക് ആ ഉള്ളിലൊരു വല്ലാത്തൊരു ഫീലിംഗ് തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞ ഫീലിംഗ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു പ്രാവശ്യമെങ്കിലും സ്നേഹിച്ചിട്ടുള്ള ഏത് വ്യക്തിക്കും ആ ഒരു ഫീലിംഗ് കിട്ടും അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ച് ഒരു മാഗ്നറ്റിക് ഉള്ള ഒരു വല്ലാത്തൊരു സ്നേഹം എല്ലാം അവർക്ക് ആ നിമിഷത്തിൽ ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങളുടെ പേര് കേട്ടാൽ മതി, നിങ്ങളെ കാണണമെന്ന് കൂടിയില്ല. നിങ്ങളുടെ പേര് കേൾക്കുന്ന മാത്രമേ അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവാറ്. നിങ്ങളെ നേരിട്ട് കാണുകയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, നിങ്ങളൊന്ന് ചേർത്ത് പിടിക്കാനുള്ളൊരു ടെൻഡൻസി വളരെയധികം കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. അവർക്ക് ഫിസിക്കലി അറ്റാച്ച്ഡ് ആവാനുള്ളൊരു ഒന്ന് ഹഗ് ചെയ്യാനായിരിക്കും, പക്ഷെ ഒന്ന് ചേർത്ത് പിടിക്കണം എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളെ കാണുമ്പോൾ ഉണ്ടാവാറുണ്ട്. നിങ്ങളുടെ പേര് കേൾക്കുമ്പോഴാവട്ടെ മനസ്സ് വല്ലാതെ എക്സൈറ്റഡ് ആവുന്നൊരു ഫീലിങ്ങും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേര് കേൾക്കുകയോ നിങ്ങളെ കാണുകയോ നിങ്ങളോട് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഉള്ളിൽ തോന്നുന്ന ഫീലിങ്സ് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡിവൈൻ ഗൈഡൻസും കൂടെ ഞാൻ എടുത്തു തരാം. കാരണം ഒരുപാട് നാളായി നമ്മൾ ഡിവൈൻ ഗൈഡൻസ് നോക്കിയിട്ട്. ഓക്കെ, ഇത്രയൊക്കെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സൺ മനസ്സിൽ വെക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഡിവൈൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്താണ് ഗ്രീൻ സിഗ്നൽ ആണോ തരുന്നത് എന്നും കൂടെ നമുക്ക് നോക്കാം അല്ലേ. ഡിവൈൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത്, ഒരു ഗ്രീൻ സിഗ്നൽ ആണോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഡിവൈൻ സോൾമേറ്റ്. യെസ്, ദിസ് ഈസ് യുവർ സോൾമേറ്റ്. ഇത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ് എന്ന് ഡിവൈൻ പറയുകയാണ് കേട്ടോ. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു, ആസ്ക് ഫോർ ആൻഡ് അക്സെപ്റ്റ് സപ്പോർട്ട് ഫ്രം അതേഴ്സ്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഹെൽപ്പ് എടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ എടുക്കൂ എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ദിസ് കുഡ് ബി ദ വൺ യു ഹാവ് ഓൾറെഡി മെറ്റ് ദ റൊമാൻറ്റിക് പാർട്ട്ണർ യു സീക്ക്. ഈ പേഴ്സൺ തന്നെ ആയിരിക്കാം നിങ്ങളുടെ റൊമാൻറ്റിക് പാർട്ട്ണർ എന്നാണ് അവർ ഡിവൈൻ പറയുന്നത്. ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ ആസ് യു റിവീൽ യുവർ ഇന്നർമോസ്റ്റ് സെൽഫ്സ് ടു ഈച്ച് അതർ യുവർ ബോണ്ട് ഡീപ്പൻസ്. പരസ്പരം ഓപ്പണായിട്ട് സംസാരിക്കാനാണ് പറയുന്നത് കേട്ടോ. ഇടപഴകി കൂടുതലായിട്ട് സംസാരിച്ച് മനസ്സ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ആ റിലേഷൻഷിപ്പിനെ ഡീപ്പൺ ആവാൻ അനുവദിക്കുക. ഒരുപാട് ആ റിലേഷൻഷിപ്പിലേക്ക് ഇറങ്ങിപ്പോയിട്ട് റോങ് പേഴ്സൺ ആയിരുന്നു എന്ന് തിരിച്ചറിയുന്നതിലും ഭേദം സമയമെടുത്ത് പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷം ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക. കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ്. യുവർ പ്രേയേഴ്സ്, അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് ഹെൽപ്പ് ബ്രിങ് യു ടുഗെദർ. ഓക്കെ, മാനിഫെസ്റ്റേഷൻസ് ചെയ്യാനും പ്രാർത്ഥനകൾ ചെയ്യാനും ആണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. വർക്ക് ഓൺ യുവർ റിലേഷൻഷിപ്പ്, ഗിവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്. ഓക്കെ, റിലേഷൻഷിപ്പിനൊരു ചാൻസ് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്, യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ. നിങ്ങളുടേത് ഒരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്നും പറയുന്നുണ്ട്. ഓക്കെ, ടു റീക്യാപ്ചർ റൊമാൻസ്, അലവ് യുവർ ഇന്നർ യൂത്ത്ഫുൾ സ്പിരിറ്റ് ഓഫ് ഫൺ ടു ഷൈൻ. റിലേഷൻഷിപ്പിൽ ലൈക്ക് ഒരു മേൽക്കോയ്മ ഭാവം വെക്കാതെ എൻ്റെ പാർട്ട്ണർ എൻ്റെ താഴെ നിൽക്കേണ്ടുന്ന ആളാണ് അങ്ങനെ വിചാരിക്കാതെ ഒരു ഈക്വൽ ഫുട്ടേജിൽ രണ്ടുപേരും തന്നെ ഈക്വൽ പാർട്ട്നേഴ്സാണ് എന്നുള്ള രീതിയിൽ കുറച്ച് ഫണ്ണായിട്ട് കൂടി കുറച്ച് തമാശകൾ പറയുക, ലൈറ്റ് ഹാർട്ടഡ് മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്യുക, റിജിഡായിട്ടിരിക്കാതെ എപ്പോഴും ബലം പിടിച്ചിരിക്കാതെ കുറച്ച് സ്മൈൽ ചെയ്യുക, സന്തോഷിക്കുക, അങ്ങനെ പേടികൾ മാറ്റി വയ്ക്കുക, സമാധാനമായിട്ട് സംസാരിക്കുക, അങ്ങനെയുള്ള രീതിയിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ഹാർട്ട് ടു ഹാർട്ട് കൺവെർസേഷൻസ്, ഹോണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈച്ച് അതർ. അതാ ഞാൻ പറഞ്ഞത്, തുറന്ന സംസാരമാണ് ഏറ്റവും, കമ്മ്യൂണിക്കേഷനാണ് ഏതൊരു റിലേഷൻഷിപ്പിൻ്റെയും എന്താ പറയുക അടിസ്ഥാനം അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ പരസ്പരം സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കണം. അല്ലാതെ നിങ്ങൾ മാത്രം ഒരാൾ മാത്രം വിചാരിച്ചിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവില്ല. രണ്ടുപേരും തന്നെ അതിൽ ഈക്വൽ ഫുട്ടേജിൽ നിൽക്കണം എന്നാണ് കാണുന്നത്. ദർ ഇസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ. നിങ്ങളുടെ ഇടയിൽ ഒരു പരസ്പരം മാഗ്നറ്റിക് പുള്ളുണ്ട് എന്ന് തന്നെയാണ് ഡിവൈൻ അവിടെ പറയുന്നത് കേട്ടോ. പരസ്പരം വല്ലാത്തൊരു ആകർഷണം നിങ്ങൾ രണ്ടുപേരും തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു ജെനുവിൻ ലവ് തന്നെയാണ് അവിടെ ഉള്ളത് എന്ന് തന്നെയാണ് ഡിവൈൻ കൺഫേം ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിവൈൻ ഗൈഡൻസ്. ഓക്കെ, അപ്പോൾ ഒരുവിധം ഇവിടെ ആരോടും റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകുമെന്ന് പറയുന്നതായിട്ട് കണ്ടില്ല. ഓക്കെ, കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് സ്ട്രോങ് ഫീലിങ്സ് വെക്കുന്നുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്.
ഡിവൈനും അതിനൊരു ഗ്രീൻ സിഗ്നൽ തന്നെയാണ് തരുന്നത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ, നമുക്ക് ചെയ്യാം. വേറൊന്നുമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.